السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. ഏറ്റവും സ്നേഹനിധികളായ എൻ്റെ പ്രേക്ഷകരെ, സഹോദര സഹോദരിമാരെ, വത്സരനിധികളായ എൻ്റെ വിദ്യാർത്ഥിനികളെ, ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും ദുഃഖവും, വിജയവും പരാജയവും, ആനന്ദവും സംതൃപ്തിയും എല്ലാം സമ്മിശ്രമായി കൊണ്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നും സ്ഥിരമായി നിൽക്കുകയില്ല. ഇന്ന് ഏറ്റവും സന്തോഷവും ആനന്ദവും നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് സ്ഥിരമായിരിക്കുകയില്ല, മാറി മാറി വരും. ഇത് ഈ ലോകത്തിൻ്റെ പ്രകൃതിയിൽ റബ്ബുൽ ഇസ്സത്ത് വെച്ച ഒരു നിയമസംഹിതയാണ്. എന്നാൽ നമുക്ക് ഏത് സമയത്തും നമ്മുടെ യജമാനായ റബ്ബിനോട് ചോദിക്കുമ്പോഴൊക്കെയും നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ റബ്ബുൽ ഇസ്സത്ത് നമ്മൾക്ക് നൽകാനും, അതുപോലെ നമ്മുടെ ജീവിതം എളുപ്പമാകാനും, കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനും സ്വയം യുക്തമായ ഒരു അമലും ദുആയുമാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത്. ഇതുകൊണ്ട് ഒരുപാട് നേട്ടങ്ങളും ഗുണങ്ങളും ഉണ്ട്. സുഹൃത്തുക്കളെ, ഇതൊരിക്കലും നമ്മുടെ ജീവിതത്തിൽ നാം ഉപേക്ഷിക്കരുത്. നാം പരീക്ഷിച്ചറിയുക ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ, ഉപകാരങ്ങൾ. അപ്പോഴാണ് അതിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാകുന്നത്. ഒരു വസ്തുവിനെ പറഞ്ഞാൽ ആ വസ്തു നാം രുചിച്ചോ, തൊട്ടോ, കണ്ടോ, നോക്കിയോ, കേട്ടോ ഒക്കെ അനുഭവിക്കുമ്പോഴാണ് ആ വസ്തുവിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ആ കാര്യം സംബന്ധിച്ച് നമ്മൾക്ക് അതിനെ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും അതിൻ്റെ ആനന്ദവും രസവും കിട്ടുന്നത് എന്നുള്ളതല്ലേ യഥാർത്ഥം. ഞാൻ പറയാൻ പോകുന്ന ഒരു ദിക്റും എന്ന് പറഞ്ഞാൽ ഒരു ദുആയും ഒരു മഹത്തായ ഇബാദത്തും ആണ്. അത് കൊണ്ടുണ്ടാകുന്ന നേട്ടം തൻ്റെ യജമാനിലേക്ക് ഏറ്റവും അടുത്തിരിക്കുമെന്നുള്ളതാണ്. തന്നെയല്ല, ദുആക്ക് ഇജാബത്ത്, അവൻ എന്താ ചോദിക്കുന്നത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും എന്നുള്ളതാണ്. അതിൽ നമുക്ക് ഇസ്മുൽ ആദമൊക്കെ ഉൾപ്പെടുത്തിയിട്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായും റബ്ബ് നമ്മളെ കൈവിടുകയില്ല. അതുപോലെ തന്നെ മുഅ്മിനീങ്ങളുടെ ഏറ്റവും ശ്രേഷ്ഠമായതും മഹത്വമേറിയതായ ഒരു അലാമത്ത്, അടയാളം കൂടെയാണ് ഈ പറയുന്ന ഇബാദത്ത്, അമലും അതുപോലെ തന്നെ ദുആയും. പിന്നെ മറ്റൊന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുമെന്നുള്ളതാണ്. ഇങ്ങനെ നിരവധി ഗുണങ്ങളുള്ള ഒരു അമലിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ പ്രാർത്ഥന സംബന്ധിച്ചുമാണ് ഇന്ന് നമുക്ക് പറയാൻ പോകുന്നത്. മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രിയുടെ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് അവിടെ ഇരുന്നു കൊണ്ട് പറയുമത്രേ. അത് നമ്മൾക്കും അത് പതിവാക്കാം. സുബ്ഹാന മലിക്കുൽ ഖുദ്ദൂസ്, സുബ്ഹാന മലിക്കുൽ ഖുദ്ദൂസ്, സുബ്ഹാന മലിക്കുൽ ഖുദ്ദൂസ് 3 പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞിട്ട് അല്ലാഹുവിൻ്റെ റസൂൽ കൈ ഉയർത്തിയിട്ട് ആകാശത്തിലേക്ക് ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൽ ലിഉലിൽ അൽബാബ് الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار ربنا إنك من تدخل النار فقد أخزيته وما للظالمين من أنصار ربنا إننا سمعنا مناديا ينادي للإيمان أن آمنوا بربكم فآمنا ربنا فاغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار ربنا وآتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد. ഇതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞില്ല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂറത്ത് ആലി ഇംറാന്റെ അവസാനമാണ് നമ്മൾക്കിത് കാണാൻ കഴിയുക. അപ്പോൾ ആ ഭാഗം നമ്മൾ നോക്കിയിട്ട് നമ്മൾ പഠിക്കുക എന്ന് പറയുന്നതാണ്. പടച്ചോനെ, ആകാശഭൂമി ഇവിടെ സൃഷ്ടിപ്പിൽ രാത്രിയും പകലും മാറി മാറി വരുന്ന പ്രതിഭാസത്തിലും അതുപോലെ തന്നെ ചിന്തിക്കുന്നവർക്ക് വലിയ ദൃഷ്ടാന്തമുണ്ട്. അത് ഒരു വിഭാഗത്തിന് അതിന് കഴിയുള്ളൂ, എല്ലാവർക്കും അതിന് കഴിയില്ല. അതാരാണ്? അവർ നിന്ന് നിസ്കരിക്കാൻ കഴിയുമ്പോൾ നിന്ന് നിസ്കരിക്കുകയും ഇരുന്ന് നിസ്കരിക്കാൻ കഴിയുമ്പോൾ ഇരുന്ന് നിസ്കരിക്കുകയും കിടക്കാൻ കഴിയുമ്പോൾ കിടന്ന് നിസ്കരിക്കുകയും ഒന്നിനും കഴിയില്ലെങ്കിൽ ഇതൊക്കെ
നിൽക്കാൻ കഴിയാത്ത സന്ദർഭത്തിൽ ഇരുന്നും ഇരിക്കാൻ കഴിയാത്ത സന്ദർഭത്തിൽ കിടന്നും അള്ളാഹുവിനെ സ്മരിക്കുന്നതാണ്. എന്നിട്ട് അവർ പറയും റബ്ബനാമ ഖലഖ്ത ഹാദാ ബാത്തില, പടച്ചോനെ ഇതൊന്നും വെറുതെ അങ്ങോട്ട് സൃഷ്ടിച്ചതല്ല. ആയത്തിന്റെ ഗാംഭീര്യം, ആയത്തിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ? യതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, ആകാശഭൂമിയുടെ സൃഷ്ടിപ്പിൽ അവർ ചിന്തിച്ചുകൊണ്ട് പറയും റബ്ബനാ, ഞങ്ങൾ റബ്ബേ, മാ ഖലഖ്ത ഹാദാ ബാത്തില, ഇത് വെറുതെ സൃഷ്ടിച്ചതല്ല. അതുകൊണ്ട് എനിക്കൊന്ന് പറയാനുണ്ട്, സുബ്ഹാനക ഫഖിനാ അദാബന്നാർ, സുബ്ഹാനക, നീ എത്ര പരിശുദ്ധനാണ്, നരകത്തെ തൊട്ട് ഞങ്ങൾ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. നരകത്തെ തൊട്ട് ഞങ്ങൾ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. പടച്ചോനെ, നീ ആരെയും നരകത്തിൽ പ്രവേശിപ്പിക്കുക, തീർച്ചയായും അവൻ നിന്യനായി. ഇതൊക്കെയാണ് ഈ പറഞ്ഞതിന്റെ പൊരുൾ. അതുകൊണ്ട് ഈ ആയത്ത് നമ്മൾ ഉൾപ്പെടുത്തി നമ്മളും അങ്ങനെ ചെയ്യുക. എന്നതിന് ശേഷം രാത്രി നമ്മൾ ആ 2 ഭാഗം കഴിഞ്ഞ് വന്നാൽ നമ്മളും ഇത് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അതിൽ മഹാനായ അഷ്റഫുൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ആയത്തുകൾ ഓതിക്കൊണ്ട് ഖിയാമുൽ ലൈൽ, രാത്രി തഹജ്ജുദിലേക്ക് പ്രവേശിക്കുക. തഹജ്ജുദ് 2, 4 ഇങ്ങനെയൊക്കെ നമുക്ക് എത്ര 10 വരെ 8 വരെ അങ്ങനെ നമുക്ക് 10 വരെയൊക്കെ നമുക്ക് നിസ്കരിക്കാൻ ഇഷ്ടം പോലെ. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് പ്രയാസന്മാർക്ക് നമുക്ക് തോന്നുകയാണെങ്കിൽ ആദ്യം 2 പിന്നെ 4 ഇങ്ങനെയൊക്കെ നമുക്ക് നിസ്കരിക്കാവുന്നതാണ്. പക്ഷേ അതിൽ മഹാനായ അഷ്റഫുൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തായിരുന്നു പ്രാർത്ഥിച്ചിരുന്നത്, ആ പ്രാർത്ഥനയാണ് ഇന്ന് നമ്മുടെ മുഖ്യ ധാരാവിഷയം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്തൊരു ഹദീസിൽ കാണാം യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, ഇദാ ഖാമ ഇല സ്വലാത്തി മിൻ ജൗഫിൽ ലൈൽ, രാത്രി ആരാമങ്ങളിൽ ആ 2 ഭാഗം കഴിഞ്ഞ് കിടന്ന് ആ നിശബ്ദതയിൽ അള്ളാഹുവിൻ്റെ റസൂൽ എഴുന്നേറ്റ് കൊണ്ട് തക്ബീറത്തുൽ ഇഹ്റാം കിട്ടും എന്നൊരു ദുആയുണ്ട്. നിസ്കാരത്തിൽ നമുക്ക് ദുആ ചെയ്യാം, അല്ലാത്തപ്പോഴും ദുആ ചെയ്യാം, ഒക്കെ നമുക്ക് ദുആ ചെയ്യാം. സുഹൃത്തുക്കളെ, ഇതാണ് നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. ഒരുപാട് ഗുണമുണ്ട്. ഒരു മുസ്ലിമായ മനുഷ്യൻ്റെ ഏറ്റവും ശ്രേഷ്ഠതയും മഹത്വം ഉൾക്കൊള്ളുന്ന എന്താണെന്നറിയോ? അത് ഈ തഹജ്ജുദിന്റെ നിസ്കാരത്തിലാണ്. പതിവാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ട്. അഖറബുമായ യകൂനുൽ അബ്ദു മിൻ റബ്ബിഹി ഫീ ജൗഫിൽ ലൈലിൽ അഖീർ, അള്ളാഹുവിലേക്ക് ഏറ്റവും അടുക്കാൻ ഉപയുക്തമായ സമയം രാത്രിയുടെ അവസാന ഭാഗങ്ങളിലാണ്. നമ്മൾ പതിവാക്കണം. അവസാന ടൈമിലാണ് അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ നോട്ടം 1-ാം ആകാശത്തിൽ നിന്ന് അവൻ്റെ അടിമകളിലേക്ക് നോക്കി എന്നോട് ചോദിച്ചോ, ഞാൻ ഉത്തരം നൽകുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് റബ്ബുൽ ഇസ്സത്ത് സമയം ആ ദൃഷ്ടി തിരിക്കുന്ന ഒരു സമയമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പം നമുക്ക് എന്ത് പറയാം? എന്താ അല്ലാഹു റസൂൽ പറഞ്ഞത് നമുക്കും പറയാം. اللهم لك الحمد أنت نور السماوات والأرض ولك الحمد أنت قيم السماوات والأرض ولك الحمد أنت رب السماوات والأرض ومن فيهن أنت الحق ووعدك الحق وقولك الحق ولقاؤك الحق والجنة حق والنار حق والساعة حق اللهم لك أسلمت وبك آمنت وعليك توكلت وإليك أنبت وبك خاصمت وإليك حاكمت فاغفر لي ما قدمت وأخرت وأسررت وأعلنت أنت إلهي لا إله إلا أنت. വ്യാഖ്യാനം പറഞ്ഞാൽ പറഞ്ഞില്ല, വളരെ മഹത്വമേറിയ പ്രാർത്ഥന. അല്ലാഹുമ്മ, അല്ലാഹുവേ, ലക്കൽ ഹംദ്, നിനക്കാണ് സകല സ്തുതിയും. ഹംദ് നിനക്കാണ്. എൻ്റെ അടക്കവും അനക്കവും എന്ന് വെക്കേണ്ട എല്ലാ എൻ്റെ പ്രവർത്തനങ്ങളും നിന്നിലേക്ക് അർപ്പിക്കുന്നു. ഇതെല്ലാം സൗകര്യപ്പെടുത്തി തന്നത് നീയാണ്. അതുകൊണ്ട് അൽഹംദ് നിനക്കാണ്. ലോ അന്നദ്ദുനിയാ ബിഹദാഫീരിഹ ബിയദി റജുലിൻ മിൻ ഉമ്മത്തി ثم قال الحمد لله قال الحمد لله أفضل ذلك. ഈ ലോകം മുഴുവനും എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ഈ ലോകത്തെ മുഴുവൻ സാധനങ്ങളും ഇത്ര വിലപിടിപ്പുള്ളതാണെങ്കിലും അത് ഈ മുഹമ്മദിയ ഉമ്മത്തിൻ്റെ ഒരു വ്യക്തിയുടെ കയ്യിൽ കൊടുക്കുകയാണെങ്കിൽ അത് കൊടുത്തു. എന്നിട്ട് അവൻ പറഞ്ഞത് അൽഹംദുലില്ല പറഞ്ഞാൽ ആ അൽഹംദുലില്ലയാണ് അതിനേക്കാൾ ശ്രേഷ്ഠമായത്. ആ അൽഹംദുലില്ല നമ്മൾ പറഞ്ഞത് അന്തനൂറു സമാവാത്തി വല്ലർദ്, ആകാശഭൂമിയുടെ പ്രഭ നീയാണ്. വലക്കൽ ഹംദു, പിന്നെ പറയാം ഹംദ് നിനക്കാണ്. അന്ത ഖയ്യിമു സമാവാത്തി വല്ലർദ്, ആകാശഭൂമിയുടെ നിലനിൽപ്പ്.
ആകാശഭൂമിയുടെ പരിപാലനം. അന്ത റബ്ബു സമാവാതി വൽ അർളി മൻ ഫിഹിൻ. ഈ ആകാശഭൂമിയുടെ ത്രിബിയത്തിന്റെ ഉടമ നീയാണ്. അള്ളാഹുവോട് സമ്മതിക്കാണ്. അന്തൽ ഹക്കു, നീ ഹക്കാണ്. വഅദുക്കൽ ഹക്കു, നിന്റെ വാഗ്ദാനം സത്യമാണ്. വഖൗലുക്കൽ ഹക്കു, നിന്റെ വാക്ക് സത്യമാണ്. പരിശുദ്ധ ഖുർആൻ സത്യമാണ്. വലിഖാഉക്കൽ ഹക്ക്, നിന്നെ കണ്ടുമുട്ടുമെന്നുള്ള കാര്യം സത്യമാണ്. വൽ ജന്നത്തു ഹക്കും വന്നാറു ഹക്ക്, സ്വർഗവും നരകവും ഹക്കാണ്. വസ്സാഅത്തു ഹക്കുൻ, അന്ത്യനാളെ ഈ ലോകം മുഴുവനും അവസാനിക്കുന്ന എല്ലാ ആളുകളെയും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന റബ്ബ് ഈ ലോകം അവസാനിക്കുന്ന ഒരു സമയമുണ്ട്, അത് യാഥാർത്ഥ്യമാണെന്ന് സമ്മതിക്കാണ്. അല്ലാഹുമ്മ ലക അസ്ലംതു, അല്ലാഹുവേ നിനക്ക് ഞാൻ കീഴ്പ്പെട്ടു. വബിക ആമൻതു, നിന്നെ കൊണ്ട് ഞാൻ വിശ്വസിച്ചു. വഇലൈക തവക്കൽതു, നിന്റെ മേൽ ഞാൻ ഭരമേൽപ്പിച്ചു. വഇലൈക അനബ്തു ബിക ഖാസംതു വഇലൈക ഹകംതു ഫഗ്ഫിർ ലി മാ ഖദ്ദംതു വഅഖർതു വഅസ്റർതു വഅലംതു അൻത ഇലാഹി ലാ ഇലാഹ ഇല്ലാ അൻത എന്നാ പറയുന്നത്. നിന്നെ കൊണ്ട് ഞാൻ വിശ്വസിച്ചു, നിന്റെ മേൽ ഞാൻ ഭരമേൽപ്പിച്ചു, നിന്നിലേക്ക് ഞാൻ തൗബ ചെയ്ത് മടങ്ങുന്നു, ഖേദിച്ച് മടങ്ങുന്നു. നിന്നെ കൊണ്ട് ഞാൻ നിന്റെ തൗഹീദിന് വേണ്ടിയിട്ട് ഞാൻ ശ്രദ്ധിച്ചു. ഇതുകൊണ്ട് റബ്ബേ എനിക്ക് നീ പുറത്തു തരണം. ഫഗ്ഫിർ ലി മാ ഖദ്ദംതു, ഞാൻ ചെയ്തു പോയത്, വരാൻ പോകുന്ന ആ തെറ്റുകുറ്റങ്ങളിൽ എനിക്ക് നീ സംരക്ഷണം നൽകണമല്ല. ഞാൻ രഹസ്യമായി ചെയ്തത്, പരസ്യമായി ചെയ്തത്. അന്ത ഇലാഹി, നീയാണ് എൻ്റെ ഇലാഹ്. ലാ ഇലാഹ ഇല്ല അന്ത, നീ ഒഴികെ ഒരു ഇലാഹില്ല. ഇതാണ് നമ്മൾ ചെല്ലേണ്ടത്. ഈ സമയം സുഹൃത്തുക്കളെ, ഈ സമയം നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ അത് വളരെ വളരെ ഏറ്റവും മെച്ചമുള്ള ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്രേഷ്ഠമായതും അവന് ചെയ്യാൻ കഴിയുന്നതിൽ ഏറ്റവും മഹത്വമേറിയതുമായ ഒരു അമലാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത് നമ്മൾ ദൈനംദിന ജീവിതത്തിൽ പകർത്തുക. പക്ഷെ ഇന്ന് മനുഷ്യന് ഒന്നിനും ടൈമില്ല, സമയമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇപ്പോൾ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ അതിങ്ങനെ ക്ലിപ്പ് ചെയ്ത് ഇങ്ങനെ അടിച്ചടിച്ചടിച്ച് പോകും. അവർക്ക് അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് കിട്ടണം, അത്രേ ഉള്ളൂ. ഒന്നിനും ടൈമില്ല. മനുഷ്യൻ ഒരു ധൃതിയിലായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ. ആ ഒരു ധൃതി എല്ലായിടത്തും ഉണ്ടാവും. അപ്പം നമ്മളിത് ശരിക്ക് നോക്കി മനസ്സിലാക്കി നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ഇനിയിപ്പോൾ അങ്ങനെ നമ്മൾ തഹജ്ജുദ് നിസ്കരിക്കുമ്പോൾ ഏതാ ഓതുക എന്നൊക്കെ ചില ആൾക്കാർക്ക് ഇപ്പോൾ ഉണ്ടാവും. നിങ്ങൾക്ക് ഏത് സൂറത്തും നമ്മൾക്ക് ഓതാവുന്നതാണ്. ഏത് സൂറത്തും ആകാം, ഏത് സൂറത്തും ആകാം. ഇനി അങ്ങനെയല്ല, ഇനിയിപ്പോൾ റസൂൽ ഓതിയ ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ആയാതിൻ ലിഉലിൽ അൽബാബ് അല്ലദീന യദ്കുറൂന അല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖി സമാവാതി വൽ അർളി റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാതിലൻ സുബ്ഹാനക ഫഖിനാ അദാബൻ നാർ. ഇതാണ് ഒരാൾ ചെല്ലുന്നത് വെച്ചെങ്കിൽ അത് മുഴുവനായിക്കോട്ടെ. പിന്നെ നമുക്ക് ലൗഹ ചെല്ലമാണെങ്കിൽ അത് ചെല്ലാം. അതുപോലെ തന്നെ ആയത്തുൽ കുർസി അത് ചെല്ലാം. നമുക്ക് വേണമെങ്കിൽ ആമദ് റസൂൽ വേണമെങ്കിൽ ചെല്ലാം. അതൊക്കെ മാറ്റമുള്ളതാണ്. മുഹമ്മദ് റസൂലുള്ളാഹി ആയത്തിൽ നമുക്ക് പോകാം. ഇനി അതല്ല, അതിന് താഴെയുള്ള സൂറത്ത് നമുക്ക് ചെല്ലാം. അങ്ങനെ നമ്മൾ നിസ്കരിച്ച് കഴിഞ്ഞിട്ട് അള്ളാഹുവിലേക്ക് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായും റബ്ബുൽ ഇസ്സത്ത് നൽകുക തന്നെ ചെയ്യും. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ബിഅന്ന ലക്കൽ ഹംദ ലാ ഇലാഹ ഇല്ലാ അൻതൽ മന്നാനു ബദിഉസ് സമാവാതി വൽ അർദ് യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഹയ്യ യാ ഖയ്യൂം. ബിസ്മില്ലാഹ് കഴിഞ്ഞ വീഡിയോയിലൊക്കെ ആവർത്തിച്ച് നമ്മൾ പറഞ്ഞതാണ്. ഇത് നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ട് റബ്ബിനോട് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായും. അതുപോലെ തന്നെ ദുആഉൽ മുൽത്തർ, ആവശ്യക്കാരൻ പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടായി റബ്ബേ 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 3 പ്രാവശ്യം വിളിക്കുകയാണെങ്കിൽ തീർച്ചയായും അവൻ്റെ പ്രയാസം അല്ലാഹു സുബ്ഹാനഹു വ തആല നീക്കി കൊടുക്കുക തന്നെ ചെയ്യുമെന്നതാണ്. ആ റബ്ബ് അറിഞ്ഞ് മനസ്സറിഞ്ഞുകൊണ്ട് മഹാന്മാരായ സ്വഹാബത്തൊക്കെ ചില ഭാഗങ്ങളിലൊക്കെ നമുക്ക് ചെയ്ത് കാണാം. ജാഫർ ബിൻ സ്വാദിഖ് റളിയല്ലാഹു അൻഹു തൊട്ട് നിവേദനം ചെയ്തവർ ഇത് കാണാം. അദ്ദേഹം ഫഖാല 5 മർറാത്തിൻ റബ്ബന, 5 പ്രാവശ്യം റബ്ബന 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 എന്ന് 5 പ്രാവശ്യം വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായും അവൻ്റെ പ്രാർത്ഥന അല്ലാഹു തആല സ്വീകരിക്കും. ഏത് ബുദ്ധിമുട്ടും പ്രയാസമാണെങ്കിൽ അല്ലാഹു തആല അത് തട്ടി നീക്കി കളയുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങൾ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് വന്നു പോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും നീ പുറത്തു തരണേ റഹ്മാൻ. ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ നിരവധി ആളുകളുടെ അവർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണേ റഹ്മാൻ. അല്ലാഹുവേ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത നിരവധി രോഗികളും ഉണ്ട്. അവരുടെയും ഞങ്ങളുടെയൊക്കെ രോഗത്തിന് നീ പൂർണ്ണമായി ശിഫ നൽകണേ റബ്ബേ. ആരോഗ്യവും ആഫിയത്തും നിലനിർത്തി തരണേ റഹ്മാനെ. മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മരിക്കുന്ന മുത്തഖീകൾ ഞങ്ങളെയും ഞങ്ങൾ ബന്ധപ്പെട്ട കൂട്ടുകുടുംബാദികളെയും ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആരൊക്കെയുണ്ടോ അവരുടെ കസബ് നസ്ബ് അറിയുന്നവനെ
അവരെ ഞങ്ങളെയും എല്ലാവരും നീ ആ തൗഹീദിൽ ഉൾപ്പെടുത്തി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കുന്ന ഈ ഭാഗത്ത് ഉൾപ്പെടുത്തലാണ് റഹ്മാനെ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.